ശബരിമലയിൽ സത്യവാങ്മൂലം നൽകണം. കോൺഗ്രസിൻ്റെ UDFിൻ്റെ ശക്തമായ ആവശ്യം അതാണ്. തങ്കമണിയെയും പൊന്നുമണിയെയും രഹ്ന ഫാത്തിമയെയും അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ ചേച്ചിമാരെയും ശബരിമലയിൽ കയറ്റിയത് കൊണ്ട് അത് കൃത്യമായി അതിന് മാറ്റമുണ്ടാകണം എന്ന് ഷിബു ബേബി ജോണും പറഞ്ഞിട്ടുണ്ട്. കനകമണിയെയും ബിന്ദു അമ്മിണിയെയും രഹ്ന ഫാത്തിമയെയും എല്ലാം ശബരിമലയിലേക്ക് ഒളിച്ചു കടത്തിയ സർക്കാർ ഇപ്പോൾ വിശ്വാസവുമായി വരുന്നത് ഒരു സുഖകരമായ കാര്യമല്ല. അയ്യപ്പ സംഗമം എന്ന് പറയുന്നൊരു പ്രായച്ചിത്തമായിട്ടാണ് ഷിബു ബേബി ജോണിന്റെ വിലയിരുത്തൽ. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അയ്യപ്പ സംഗമം ഒരു രാഷ്ട്രീയ നാടകമാണ് എന്നാണ് രമേശ് ചെന്നിത്തല അഭിപ്രായപ്പെടുന്നത്. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ നൽകിയ സത്യവാങ്മൂലം തിരുത്തിയാണ് പിണറായി സർക്കാർ പുതിയ സത്യവാങ്മൂലം കൊടുത്തത്. വിശ്വാസികളുടെ വികാരത്തെ വ്രണപ്പെടുത്തുന്ന സത്യവാങ്മൂലമാണ് സർക്കാർ കൊടുത്തിരിക്കുന്നത്. സ്ത്രീകളെ നിർബന്ധിച്ച് ശബരിമലയിൽ കയറ്റണമെന്ന് ആവേശം കാണിച്ച മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. അതുകൊണ്ട് ശബരിമലയിൽ വരുന്ന ഭക്തരുടെ പ്രിവിലേജ്ഡ് ക്ലാസ് എന്ന് തരംതിരിക്കാനുള്ള നടപടി അംഗീകരിക്കാനാവില്ല. അതുകൊണ്ട് തന്നെ ജാതി മതഭേദം എല്ലാവരും അയ്യപ്പൻ്റെ സന്നിധിയിൽ ഒരുപോലെയാണ്. സർക്കാരിൻ്റെ നിലപാടുകൾ തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണ്. ഭക്തജനങ്ങളെ കബളിപ്പിക്കാനുള്ള ശ്രമം പൂർണ്ണമായും കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയും. സമ്മേളനം നടക്കുമായിരിക്കും, പക്ഷേ ഇതിൻ്റെ പിന്നിലുള്ള അജണ്ട എല്ലാവരും തിരിച്ചറിയുമെന്നാണ് പറയുന്നത്. വളരെ വലിയ മോശപ്പെട്ട ഒരു ഇടപാടാണിത്. തീർച്ചയായിട്ടും അത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് VS ശിവകുമാർ, ഷിബു ബേബി ജോൺ, അതുപോലെ തന്നെ രമേശ് ചെന്നിത്തല, VD സതീശൻ എല്ലാവരും പറഞ്ഞിരിക്കുന്നത് ഒരേ സ്വരത്തിൽ പറഞ്ഞിരിക്കുകയാണ്. വളരെ കൃത്യമായി നിങ്ങൾ സത്യവാങ്മൂലം നൽകണം. സുപ്രീം കോടതിയിൽ സ്ത്രീകളെ കയറ്റാൻ പാടില്ല, അല്ലെങ്കിൽ പ്രത്യേക പ്രായത്തിലുള്ള സ്ത്രീകളെ ശബരിമല കയറ്റാൻ പാടില്ല, അത് ആചാര ലംഘനമായി പോകുമെന്നുള്ള, വിശ്വാസ ലംഘനമാകുമെന്നുള്ള സത്യവാങ് കൊടുത്തിട്ട് വരൂ, നിങ്ങളുടെ സത്യസന്ധത തെളിയിക്കൂ എന്നാണ് ഈ രാഷ്ട്രീയ നേതാക്കൾ പറയുന്നത്. ഇതിനെ എങ്ങനെ CPM പ്രതിരോധിക്കുമെന്ന് നമുക്കറിയില്ല. എന്തായാലും ഒരു വലിയ ഉഡായിപ്പാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് മറ്റൊരു കാര്യം കൂടി നടക്കുന്നു. വിശ്വാസി സംഗമം വരുന്നു ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ, പിന്നെ വിശ്വ ഹിന്ദു പരിഷത്ത്, ഹിന്ദു ഐക്യവേദി, ശബരിമല സംരക്ഷണ സമിതി, അവരുടെ എല്ലാം കൂടി നേതൃത്വത്തിൽ വേറൊരു വിശ്വാസ സംഗമവും സെപ്റ്റംബർ 22-ന് വച്ചിരിക്കുന്നു. ഇതെല്ലാം കൂടി കേരളത്തിൽ പുതിയ വിവാദങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഒരു ചോദ്യം വളരെ പ്രധാനമാണ്. സത്യവാങ്മൂലം, പുതിയ സത്യവാങ്മൂലം കൊടുത്ത് നേരത്തെയുള്ള കൊടുത്തത് പിൻവലിക്കുമോ, പുതിയത് സത്യവാങ് കൊടുക്കുമോ എന്നുള്ള ഒരു സംശയമുണ്ട്. അതിൽ സർക്കാരിൻ്റെ ഉത്തരവ് എന്താണെന്നറിയാൻ, അല്ലെങ്കിൽ സർക്കാരിൻ്റെ നിലപാടെന്തെന്നറിയാൻ വിശ്വാസി സമൂഹത്തിന് താല്പര്യമുണ്ട്. അതോ ഇതൊരു ഇലക്ഷൻ സ്റ്റണ്ടായി, രമേശ് ചെന്നിത്തല പറഞ്ഞതുപോലെ ഇതൊരു ഇലക്ഷൻ സ്റ്റണ്ടായി തന്നെ മാറുമോ എന്നുള്ളത് വളരെ ഗൗരവതരമായ ഒരു വിഷയമാണ്.